ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. ഡോക്ടർ, ഈ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഫാമിലിയിൽ നിന്ന് കേട്ടുവരുന്നൊരു സംഭവമാണ് നീ പഞ്ചജീരകൂടം കഴിക്കൂ, അല്ലെങ്കിൽ മഹിഷി ദ്രാവകം കഴിക്കൂ, അങ്ങനെ കുറേ ആയുർവേദിക് മെഡിസിൻസ്, കുറേ അരിഷ്ടങ്ങളോ അസുഖങ്ങളോ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നു. അത് ഡോക്ടറെ കണ്ടിട്ടൊന്നുമല്ല, ജസ്റ്റ് അവർ തന്നെ ഇത് കഴിച്ചാൽ നന്നാവും എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുത്ത് നറിഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല, അത്രേ ഉള്ളൂ. അതായത് മെലിഞ്ഞിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു നമ്മളതിന് ഓരോ ബോഡി ടൈപ്പ് ഉണ്ട്, വാത, പിത്ത, കഫ എന്ന് പറഞ്ഞിട്ട്. മിക്കവാറും ഒരു വാദപ്രകൃതിയുള്ളവരായിരിക്കും ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ഒരാൾക്കാർ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള രീതിയിൽ നരിഷിംഗ് ആയിട്ടുള്ള മരുന്നുകളാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. നരിഷിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്, അതാണ് കഴിക്കേണ്ടത്. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഒരു വൈദ്യനിർദ്ദേശാനുസരണം എന്താണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഈ ഒരു ദേഹം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ നമ്മുടെ ശരീരത്തിൽ അത് വർക്കാവുന്നില്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ട്. അവിടെ നരിഷ്മെൻ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു കറക്ഷൻ ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് കഴിച്ചു എന്നുള്ളതുകൊണ്ട് തെറ്റാവില്ല, പക്ഷേ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു വൈദ്യ നിർദ്ദേശാനുസരണം നമ്മൾ നോക്കി എന്താണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭംഗിയായിക്കോളും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വളരെയധികം മെലിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ വളരെ കൂളാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് പോകുന്നത് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളോ അതനുസരിച്ചില്ല, അതങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം.